प्रिय छात्राः नमो नमः। संस्कृतकक्ष्यायां सर्वेषां स्वागतं। प्रिय छात्राः, काव्यं कतिविधं भवति ज्ञातवन्तः वा? आं, काव्यं द्विविधं भवति। കാവ്യം എത്ര തരത്തിലുണ്ട്? രണ്ട് തരത്തിലാണുള്ളത്, രണ്ട് രീതിയിലാണുള്ളത്. ദൃശ്യകാവ്യം, ശ്രവ്യകാവ്യം ചേതി. ദൃശ്യകാവ്യമെന്നും ശ്രവ്യകാവ്യമെന്നും. എന്താണ് ദൃശ്യകാവ്യം? കാണാനും കേൾക്കാനും കഴിയുന്നതാണ് ദൃശ്യകാവ്യം. ഏതൊക്കെ ദൃശ്യകാവ്യങ്ങൾ നിങ്ങൾക്കറിയാം? കൂടിയാട്ടം, നാടകം, മോഹിനിയാട്ടം, ഭരതനാട്യം തുടങ്ങി അനേകം ദൃശ്യകാവ്യങ്ങളുണ്ട്. അറിയാമല്ലോ നിങ്ങൾക്കത്. എന്നാൽ ശ്രവ്യകാവ്യമോ? ശ്രവിക്കാൻ, കേൾക്കാൻ മാത്രമേ കഴിയുകയുള്ളൂ. ശ്രവ്യകാവ്യാനി കതിവിധാനി ത്രിവിധം. ശ്രവ്യകാവ്യം ത്രിവിധം ഭവതി. ശ്രവ്യകാവ്യം 3 തരത്തിലാണുള്ളത്: ഗദ്യം, പദ്യം, ചമ്പു. ചമ്പു അഥവാ മിശ്രകാവ്യം. ഗദ്യം. കിം നാമ ഗദ്യം? എന്താ ഗദ്യം എന്ന് പറയുന്നത്? അപാദഃ പദസന്താനഃ. അപാദഃ ക്ലിപ്തമായ വരികളില്ലാത്തതും എന്നാലോ പദസന്താനഃ പദസമ്പത്തോടു കൂടിയതുമാണ് ഏതെന്ന് പറയുന്നത്? ഗദ്യം. എന്നാൽ പദ്യമോ? പദ്യോ ചതുഷ്പാദി. പദ്യം 4 വരികളോട് കൂടിയതാണ്. ഒരു പദ്യമെന്ന് പറയുമ്പോൾ 4 വരികളാണ്. അപ്പോൾ എന്താണ് ചമ്പു അല്ലെങ്കിൽ മിശ്രകാവ്യം? ഗദ്യപദ്യമയം കാവ്യം ചമ്പൂരിത്യഭിധീയതേ എന്നാണ് പറയുന്നത്, അല്ലേ? ഗദ്യവും പദ്യവും കൂടി ചേർന്നതാണ് ചമ്പു. ദൃശ്യശ്രവ്യ കാവ്യങ്ങളെക്കുറിച്ച് ഒരു ഏകദേശ ധാരണ കിട്ടിയല്ലോ. ഇനി നമുക്ക് പാഠഭാഗത്തിലേക്ക് പോകാം. അസ്മാകം തൃതീയ ഏകകം ഭവതി സഞ്ജീവനി. കാവ്യാസ്വാദനെ സഹൃദയാനാം സഞ്ജീവനൗഷധം ഭവതി ദൃശ്യകാവ്യം. ഭിന്നരുചേഃ ജനസ്യ സമാരാധകം ദൃശ്യം ഭവതി നാട്യം. അതഃ സഞ്ജീവനി നാമകേ അസ്മിന്നേകകേ കൂടിയാട്ടമധികൃത്യ ഈ ലേഖരൂപം ശ്ലാഘ്യം കലാപൈതൃകം ഇതി മൃച്ഛകടികപ്രകരണം ആധാരീകൃത്യ സംരക്ഷിതോഹം ത്വയാ ഇതി പട്കഥാ ച അന്തർഭവതഃ. കാവ്യാസ്വാദനേ കാവ്യാസ്വാദനത്തിൽ സഹൃദയാനാം സഹൃദയരുടെ സഞ്ജീവന ഔഷധം ഭവതി ജീവൻ ഔഷധമാണ് ദൃശ്യകാവ്യം. ഭിന്നരുചേഃ ജനസ്യ വ്യത്യസ്തങ്ങളായ അഭിരുചികളുള്ളതായ ജനസ്യ ജനത്തിൻ്റെ സമാരാധകം ദൃശ്യം ഭവതി നാട്യം. അവർ ഏറ്റവും ആരാധിക്കുന്നതായ, അവർക്ക് ഏറ്റവും ആരാധ്യമായ ദൃശ്യമാണ്, കാഴ്ചയാണ് നാട്യം എന്ന് പറയുന്നത്, നടനം എന്ന് പറയുന്നത്. അധഃ അതുകൊണ്ട് സഞ്ജീവനി നാമകേ സഞ്ജീവനി എന്ന പേരോട് കൂടിയ അസ്മിൻ ഏകകേ ഈ ഏകകത്തിൽ ഈ യൂണിറ്റിൽ കൂടിയാട്ടം കൂടിയാട്ടത്തെ അധികരിച്ചുകൊണ്ട് ഈ ലേഖരൂപം ഇമെയിലായി ചെയ്തതായ ശ്ലാഘ്യം കലാപൈതൃകം മഹനീയമാണ് എന്നുള്ളതായ ഒരു ഇമെയിൽ സന്ദേശവും മൃച്ഛകടിക പ്രകരണം ആധാരീകൃത്യ ശൂദ്രകൻ എഴുതിയ മൃച്ഛകടികം എന്ന പ്രകരണത്തെ അടിസ്ഥാനമാക്കിയുള്ള സംരക്ഷിതോഹം ത്വയാ സംരക്ഷിതഃ അഹം ത്വയാ ഇതി പട്കഥാ ച അന്തർഭവതഃ ഒരു തിരക്കഥയുമാണ് ഇതിനകത്ത് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഏകകത്തിൽ 2 പാഠങ്ങളാണുള്ളത്. ശ്ലാഘ്യം കലാപൈതൃകം എന്ന ഇമെയിൽ സന്ദേശവും സംരക്ഷിതോഹം ത്വയാ എന്ന പേരിലുള്ളതായ ഒരു തിരക്കഥയുമാണ് ഈ ഏകകത്തിൽ കൂടി നമ്മൾ പഠിക്കുന്നത്. അസ്മാകം പാഠഭാഗസ്യ നാമ ശ്ലാഘ്യം കലാപൈതൃകം. സംസ്കൃതോത്സവേ കൂടിയാട്ടം പ്രതിയോഗിതായാം പുരസ്കൃത ബാലിക തദ്വിഷയെ വിശേഷജ്ഞാനാർജനായ കൂടിയാട്ട ആചാര്യേഭ്യോ ഈ ലേഖദ്വാരാ സന്ദേശം
പ്രേഷയതി. സംസ്കൃതോത്സവത്തിൽ കൂടിയാട്ടം പ്രതിയോഗിതായാം കൂടിയാട്ട മത്സരത്തിൽ പുരസ്കൃത സമ്മാനം നേടിയ ആദരിക്കപ്പെട്ട ബാലിക പെൺകുട്ടി തദ്വിഷയെ ആ കൂടിയാട്ടത്തെക്കുറിച്ച് വിശേഷജ്ഞാനാർജനായ വിശേഷജ്ഞാനം നേടുന്നതിന് വേണ്ടി കൂടുതൽ അറിവ് സമ്പാദിക്കുന്നതിന് വേണ്ടി കൂടിയാട്ട ആചാര്യേഭ്യോ കൂടിയാട്ട ആചാര്യനോട് ഈലേഖദ്വാര ഇമെയിൽ വഴി സന്ദേശം പ്രേഷയതി സന്ദേശം അയക്കുന്നു. അപ്പോൾ കൂടിയാട്ട മത്സരത്തിൽ പുരസ്കൃത ബാലിക സമ്മാനം നേടിയ പെൺകുട്ടി കൂടിയാട്ടത്തെക്കുറിച്ച് കൂടുതൽ അറിവ് സമ്പാദിക്കുന്നതിന് വേണ്ടി ഒരു കൂടിയാട്ട ആചാര്യനോട് ഇമെയിൽ വഴി സന്ദേശം അയക്കുന്നതാണ് സന്ദർഭം. മനസ്സിലായോ പറഞ്ഞത്? എന്താണെന്ന് നോക്കിക്കേട്ട സന്ദേശം. കൂടിയാട്ട കലാരൂപസ്യ അഭിനയേന അസ്യ മഹിമാനം ഔന്നത്യം ച അവഗന്തും അവസരോ ലബ്ധഃ അതയേവ തത് കലാരൂപം യഥാശാസ്ത്രം പഠിതും ഇച്ഛാമ്യഹം തദർത്ഥം ഭവതഃ സാഹായ്യം പ്രാർത്ഥയേ മമ ഈലേഖം പ്രതി വിവരണം സദയം പ്രേഷയന്തു ഭവന്തഃ സവിനയം സവിതാ. കൂടിയാട്ട കലാരൂപസ്യ അഭിനയേന അസ്യ മഹിമാനം ഔന്നത്യം ച അല്ലേ, അസ്യ കൂടിയാട്ട കലാരൂപത്തിൻ്റെ അഭിനയം കൊണ്ട് കൂടിയാട്ട കലാരൂപം പഠിച്ചതുകൊണ്ട് അസ്യ മഹിമാനം ഔന്നത്യം ഇതിൻ്റെ മഹത്വവും ഉന്നതിയും അവഗന്തും മനസ്സിലാക്കുന്നതിന് അവസരോ ലബ്ധഃ എനിക്ക് അവസരം ലഭിച്ചു. അതയേവ അതുകൊണ്ട് തന്നെ തത് കലാരൂപം ഈ കലാരൂപം യഥാശാസ്ത്രം വേണ്ട വിധത്തിൽ ശാസ്ത്രാനുസാരം യഥാശാസ്ത്രം എന്ന് പറയുന്നത് എന്താണ്? ശാസ്ത്രാനുസാരം ശാസ്ത്രം അനതിക്രമ്യ യഥാശാസ്ത്രം അല്ലേ, ശാസ്ത്രം വഴി പഠിതും പഠിക്കുവാൻ ഇച്ഛാമ്യഹം ഇച്ഛാമി അഹം അഹം പഠിതും ഇച്ഛാമി ഞാൻ പഠിക്കുവാൻ ആഗ്രഹിക്കുന്നു. തദർത്ഥം അതിനുവേണ്ടി ഭവതഃ സാഹായ്യം പ്രാർത്ഥയേ അങ്ങയുടെ സഹായം പ്രാർത്ഥിക്കുന്നു. മമ ഈലേഖം പ്രതി എൻ്റെ ഇമെയിൽ വഴി വിവരണം സദയം പ്രേഷയന്തു ഭവന്തഃ എൻ്റെ ഇമെയിൽ വഴി അങ്ങ് ദയവായി വിവരങ്ങൾ അയക്കൂ. സവിനയം വിനയത്തോടു കൂടി സവിത. മനസ്സിലായോ പറഞ്ഞത്? നോക്കിയാട്ടെ ഇനി അദ്ദേഹം ആ കുട്ടിക്ക് അയക്കുന്ന മറുപടി എന്താണെന്ന്. പ്രിയവത്സേ. എന്താണ് പ്രിയവത്സേ? പ്രിയപ്പെട്ട കുഞ്ഞേ. വത്സ കുഞ്ഞ് അല്ലേ, വത്സ അതിൻ്റെ സംബോധന എന്താണ്? വത്സേ വത്സ വത്സേ. ലതാ ലതേ. രമാ രമേ. മനസ്സിലായോ? ഇത് സ്ത്രീലിംഗ ശബ്ദങ്ങളാണ് അല്ലേ. ഇപ്പോൾ പുല്ലിംഗ ശബ്ദങ്ങൾ എങ്ങനെ പറയും? രാമഃ രാമ, കൃഷ്ണഃ കൃഷ്ണ, ഗോപാലഃ ഗോപാല, മോഹനഃ മോഹന. മനസ്സിലായോ? ഇതാണ് സംബോധന എന്ന് പറയുന്നത്. നോക്കിയാട്ടെ. ഭവത്യാഹ ഈലേഖഃ പഠിതഃ. ഭവത്യാഹ ഈലേഖഃ പഠിതഃ കൂടിയാട്ട പഠനെ ഔത്സുക്യം ജ്ഞാത്വാ നിതരാം തുഷ്യാമി ശുഭാശംസാമർപ്പയേ. അധുനാ ലോകേ പരിലസത് സംസ്കൃതദൃശ്യകലാരൂപം ഭവതി കൂടിയാട്ടം. ഏതത് കേരളീയ സംസ്കൃത രൂപകാഭിനയഃ ഭവതി. കൂടിയാട്ടം ഇതി മലയാളപദസ്യ സന്തി ബഹൂനി നിർവചനാനി. ഏതേഷു പ്രായേണ മിലിത്വ നടനം ഇതി വ്യാഖ്യാനമേവ സ്വീക്രിയതേ. വാദ്യ സംഗീത നൃത്ത അഭിനയാനാം സമന്വയ ഏവാസ്യ വിശേഷത. ആംഗിക സാത്വിക വാചിക ആഹാരരൂപാഃ ചതുർവിധാഭിനയാഃ അസ്മിൻ പ്രയുജ്യന്തെ. അസ്യ പൗരാണികതാം സാഹിത്യസമ്പുഷ്ടതാം ച നിരീക്ഷ്യ യുനെസ്കോ സംസ്ഥയാ
षडधिक द्विसहस्रतमे वर्षे विश्वपैतृककलारूपेण समादृतमिदं कलारूपं. പശ്യതു പ്രിയവത്സേ, അല്ലയോ കുഞ്ഞേ, ഭവത്യാഹ ഭവതിയുടെ ഈ ലേഖ ഇമെയിൽ പഠിത ഞാൻ വായിച്ചു അല്ലേ. കൂടിയാട്ട പഠനേ, കൂടിയാട്ടം പഠിക്കുന്നതിൽ ഔത്സുക്യം ജ്ഞാത്വ താല്പര്യം, കൂടിയാട്ടം പഠിക്കുന്നതിലുള്ള താല്പര്യം ജ്ഞാത്വ അറിഞ്ഞിട്ട്, ഏതവ്യയം ജ്ഞാത്വ ത്വാന്തമാണ് അല്ലേ, ജ്ഞാത്വ അറിഞ്ഞിട്ട് നിതരാം തുഷ്യാമി അഹം നിതരാം അങ്ങേയറ്റം സന്തുഷ്യാമി സന്തോഷിക്കുന്നു, തുഷ്യാമി സന്തുഷ്യാമി സന്തോഷിക്കുന്നു. ശുഭാശംസാം അർപ്പയേ, ശുഭാശംസാം അർപ്പയേ അല്ലേ, ശുഭാശംസാം ശുഭാശംസകൾ മംഗളാശംസകൾ അർപ്പയേ അർപ്പിക്കുന്നു. അധുനാ ലോകേ പരിലസത് ഇന്ന് ലോകത്ത് പരിലസിക്കുന്ന കാണപ്പെടുന്ന സംസ്കൃത ദൃശ്യകലാരൂപം ഭവതി അല്ലേ, സംസ്കൃത ദൃശ്യകലാരൂപമാണ് കൂടിയാട്ടം, കൂടിയാട്ടം അല്ലേ, കൂടിയാട്ടം. ഏതത് ഇത് കേരളീയ സംസ്കൃത രൂപക അഭിനയ ഭവതി, കേരളീയ സംസ്കൃത രൂപകത്തിൻ്റെ അഭിനയം തന്നെയാണ് കൂടിയാട്ടം. എന്താണ്, നാടകം പോലെ തന്നെ ആണ്. മനസ്സിലായ പറഞ്ഞ രൂപകം തന്നെയാണ്. എത്ര രൂപകങ്ങളുണ്ട്? കതി രൂപകാണി സന്ധി, ദശരൂപകാണി സന്ധി. തേക്കേ താനി കാനി, കതി രൂപകാണി സന്ധി, ദശരൂപകാണി സന്ധി. നാടകം, പ്രകരണം, ഭാണം, പ്രഹസനം, ഡിമം, വ്യായോഗം, സമവകാരം, വീഥി, അംഗം, ഈഹാമൃഗം, ചേതി. മനസ്സിലായോ പറഞ്ഞത്? കതി ദശ രൂപകാണി സന്ധി. കൂടിയാട്ടം ഇത് മലയാള പദസ്യ സന്ധി ബഹൂനി നിർവചനാനി. അപ്പം കൂടിയാട്ടം എന്ന മലയാള പദത്തിൻ്റെ ബഹൂനി നിർവചനാനി സന്ധി, ബഹൂനി ധാരാളം നിർവചനങ്ങളുണ്ട്. ഏതേഷു ഇവയിൽ പ്രായേണ മിക്കപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്ന എന്താണ്? മിലിത്വ നടനം ഇത് വ്യാഖ്യാനമേവ സ്വീക്രിയതേ. മിലിത്വ നടനം ചേർന്നുള്ള നൃത്തം അല്ലേ, ചേർന്നുള്ള നൃത്തമാണ്, ചേർന്നുള്ളതായ കൂടിച്ചേർന്നുള്ളതാണ്. അതാണ് മിലിത്വ നടനം, കൂടിച്ചേർന്ന നൃത്തം എന്ന വ്യാഖ്യാനമാണ് സ്വീക്രിയതേ നമ്മൾ സ്വീകരിക്കുന്നത്. വാദ്യ സംഗീത നൃത്ത അഭിനയാനാം സമന്വയ ഏവാസ്യ വിശേഷത. ഇതിനൊരു വിശേഷത എന്താണ്? വാദ്യമേളങ്ങളും സംഗീതവും നൃത്തവും അഭിനയവും ഇതിൻ്റെ എല്ലാം കൂടെ സമന്വയ രൂപമാണ്. മനസ്സിലായോ? അപ്പം കൂടിയാട്ടം എന്ന് പറയുന്നതിൻ്റെ വിശേഷത, ഇതിൻ്റെ വിശേഷം തന്നെ എന്താണ്? ചേർന്നുള്ളതാണ്. എന്തൊക്കെ ചേർന്ന്? വാദ്യമേളങ്ങളും സംഗീതവും പാട്ടും ഡാൻസും അഭിനയവും കൂടി ചേർന്നുള്ളതാണ് കൂടിയാട്ടം. മനസ്സിലായോ? ആംഗിക സാത്വിക വാചിക ആഹാരരൂപാഹ ചതുർവിധ അഭിനയാഹ അസ്മിൻ പ്രയുജ്യന്തെ. കതി അഭിനയാഹ സന്തി, അഭിനയപ്രകാരാഹ കതിവിധം ഭവതി? ആംഗികം സാത്വികം വാചികം ആഹാര്യം ചേതി ചതുർവിധ അഭിനയാഹ അസ്മിൻ പ്രയുജ്യന്തെ. ആംഗികം, എന്താണ് ആംഗികം എന്ന് പറഞ്ഞാൽ? അംഗചലനങ്ങൾ. നമ്മളൊരു നൃത്തം ചെയ്യുമ്പോൾ ആംഗികം. പിന്നെ സാത്വികം എന്ന് പറഞ്ഞാൽ ഭാവാഭിനയം അല്ലേ, മുഖത്ത് നല്ല ഭാവം ഉണ്ടാവണം, അതാണ് സാത്വികം എന്ന് പറയുന്നത്. വാചികം എന്ന് പറയുമ്പം അതിനകത്തെ സംഗീതമാണ് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായോ? ഇപ്പം പാട്ട് അതെങ്ങനെ ഇരിക്കും, അതാണ് വാചികം. ആഹാര്യം എന്ന് പറയുമ്പോൾ വേഷം. ഒരാൾ കളിക്കുമ്പോൾ തന്നെ അവരുടെ വേഷവിധാനങ്ങളും അവരുടെ അംഗചലനങ്ങളും അവരുടെ ഭാവ അഭിനയങ്ങൾക്കും എല്ലാം വളരെ പ്രാധാന്യമുണ്ട്. അപ്പോൾ ഇങ്ങനെ 4 വിധത്തിലാണ് അഭിനയം ഉള്ളത്. ഏതൊക്കെയാണ് 4 വിധത്തിലുള്ള അഭിനയങ്ങൾ? ആംഗികം, സാത്വികം, വാചികം,
ആഹാര്യം ചേതി ചതുർവിധ അഭിനയാഹ സന്തി. മനസ്സിലായോ പറഞ്ഞത്? ഒന്നുകൂടെ പറഞ്ഞേ. ആംഗികം, സാത്വികം, വാചികം, ആഹാര്യം ചേതി ചതുർവിധ അഭിനയാഹ സന്തി. മനസ്സിലായോ? പശ്യന്തു അസ്യ പൗരാണികതാം സാഹിത്യസമ്പുഷ്ടതാം ച നിരീക്ഷ്യ. അസ്യ പൗരാണികതാം, ഇതിൻ്റെ പുരാണ സംബന്ധമായിട്ടുള്ളതും ഇതിൻ്റെ പഴക്കം, അല്ലേ? ഇതിൻ്റെ എത്ര കാലത്തിന് മുമ്പ് തൊട്ടുള്ളതാണ് ഈ കലാരൂപം? ഇതിൻ്റെ സാഹിത്യ സമ്പുഷ്ടി എന്താണ്? ഇതെല്ലാം നോക്കിയിട്ട് നിരീക്ഷ്യ യുനെസ്കോ സംസ്ഥയ, യുനെസ്കോ 2006 षडधिक-द्विसहस्रतमे വർഷേ, അല്ലേ? 2006 വിശ്വ പൈതൃക കലാരൂപേണ സമാദൃതമിതം കലാരൂപം. വിശ്വ പൈതൃക കലാരൂപേണ, ലോക പൈതൃക കലയായി കൂടിയാട്ടത്തെ ആദരിച്ചു. മനസ്സിലായോ പറഞ്ഞത്? എന്താണ് കൂടിയാട്ടത്തെക്കുറിച്ച് പറഞ്ഞത്? ഇന്ന് ലോകത്ത് പരിലസിക്കുന്ന സംസ്കൃത ദൃശ്യ കലാരൂപമാണ് കൂടിയാട്ടം. കേരളീയ സംസ്കൃത രൂപകത്തിൻ്റെ അഭിനയമാണ് കൂടിയാട്ടം. കൂടിയാട്ടം എന്ന മലയാള പദത്തിന് ധാരാളം നിർവചനങ്ങളുണ്ട്. എന്താണ് ഈ നിർവചനങ്ങൾ? ചേർന്നുള്ള നടനം എന്നൊരു വ്യാഖ്യാനമാണ് ഇവിടെ സ്വീകരിച്ചിരിക്കുന്നത്. എന്തൊക്കെ ചേർന്നുള്ള നടനമാണ്? വാദ്യ, സംഗീത, നൃത്ത അഭിനയങ്ങളുടെ സമന്വയ രൂപമാണ് കൂടിയാട്ടം. ആംഗികം, സാത്വികം, വാചികം, ആഹാരം തുടങ്ങി 4 വിധത്തിലുള്ള അഭിനയങ്ങളാണ് ഈ കൂടിയാട്ടത്തിൽ പ്രയോഗിച്ചിരിക്കുന്നത്. ഇതിൻ്റെ പൗരാണികതയും സാഹിത്യ സമ്പത്തും നിരീക്ഷിച്ചിട്ട് യുനെസ്കോ സംസ്ഥ 2006 ലോക പൈതൃക കലാരൂപമായി കൂടിയാട്ടത്തെ ആദരിക്കുകയും ചെയ്തിട്ടുണ്ട്. കുഞ്ഞുങ്ങളെ, ബാക്കി ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ധന്യവാദः.